പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ശനിയാഴ്ച ദിനത്തിൽ ഇന്നലെ ഞാനും ബേബി ബോൾ മാഷും കൂടി ഒരു 330 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. ഞങ്ങളപ്പോൾ ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നേ. നമ്മൾ എത്രയോ യാത്ര ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇതിൽ എത്രയോ സംരക്ഷണം ഓരോ ദിവസവും. ഒരുപക്ഷെ നമ്മൾ സ്കൂളിലേക്ക് ജോലിക്കൊക്കെ ആയിട്ട് നമ്മൾ 10, 20, 30 കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ, ഒരു സ്വർഗീയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമല്ലേ. നമ്മൾ ക്യാൻസർ വന്നിട്ട് അത് രോഗശാന്തി കിട്ടിയിട്ട് മാറുന്നത് മാത്രമാണോ? ഞങ്ങളപ്പം അതായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത്. 330 കിലോമീറ്ററാണ് ഇന്നലെ ഞങ്ങൾ യാത്ര ചെയ്തത്. കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ കുറേ ജപമാലയും പ്രാർത്ഥനയും, അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണവും ഇല്ല കേട്ടോ. ഏതാണ്ട് 330 കിലോമീറ്റർ ആ സമയത്താണ് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇന്നലെ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കർത്താവിൻ്റെ വലിയൊരു കൃപയാണ് അതിനെയൊക്കെ ഓർത്ത് നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. സ്വർഗീയ സംരക്ഷണം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതിനെയൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സക്കറിയായുടെ പ്രവചനത്തിലൊരു തിരുവചനമാണ്. അവിടെ എങ്ങനെയാണ് വചനം പറയുന്നത്? ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. ആരും തൻ്റെ സഹോദരനെതിരെ, അതായത് തിന്മ വിചാരിക്കരുത്. എന്നാലും എൻ്റെ അനിയൻ അങ്ങനെ ചെയ്തുല്ലോ, എന്നാലും എൻ്റെ സഹോദരൻ പാർട്ടീഷൻ്റെ ടൈമിൽ അവൻ ഒരു സൂത്രപ്പണി കാണിച്ചുല്ലോ, അവനെ അങ്ങനെ വരണം എന്ന് ആരും വിചാരിക്കരുത്. തിന്മ അതായത് എൻ്റെ കൂടപ്പിറപ്പാണ്, ഞാൻ അവനെതിരായിട്ട് തിരിയുകയില്ല. നമ്മുടെ ജോസഫിൻ്റെ പൂർവ്വപിതാവായ ജോസഫിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നാളെ സാബത്താണ് അല്ലേ, നാളത്തെ ബലിയർപ്പണത്തിലും ഇന്ന് ഈ 15 നോമ്പിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളാണ്. അതിൽ ശനിയാഴ്ചയാണ് മാതാവിനെ പ്രത്യേകമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കൂടപ്പിറപ്പുകളോട് നമുക്ക് തോന്നിയ വൈരാഗ്യ ചിന്തകളെ ഓർത്ത്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെ ഓർത്തൊക്കെ മാപ്പ് ചോദിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്, അല്ലെങ്കിൽ തിന്മ വിചാരിക്കരുത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ട് കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരോട് ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.